SSC CGL 2026 പരീക്ഷയിൽ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത സെക്ഷണൽ ടൈമറുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേര് കൺഫ്യൂഷനിലാണ്. ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇനി നമ്മുടെ പ്രിപ്പറേഷനിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത്. കുറെ വർഷങ്ങളായിട്ട് പ്രിപ്പയർ ചെയ്ത് SSC CGL വളരെ സീരിയസ് ആയിട്ട് കാണുന്നവരെ സംബന്ധിച്ച് അവരുടെ സ്ട്രാറ്റജിക്ക് ചെറിയ രീതിയിലെങ്കിലും മാറ്റം വരുത്തേണ്ട സമയമാണ്. കൃത്യമായ പ്ലാനോടുകൂടി മാറ്റിയാൽ ഈ വർഷം തന്നെ ഈ സെക്ഷണൽ ടൈമറിനെ അഡ്വാൻറ്റേജ് ആക്കി മാറ്റി എക്സാംസ് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ സെക്ഷണൽ ടൈമറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. എങ്ങനെ നിങ്ങൾ പ്രിപ്പറേഷനിൽ മാറ്റം വരുത്തണം, എന്തൊക്കെ വ്യത്യാസങ്ങളാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഒരുപക്ഷെ നിങ്ങൾ ബിഗിനർ ആണ്, CGL ആദ്യമായിട്ട് എഴുതുന്ന ആൾക്കാരാണെങ്കിൽ പോലും നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ഇത്തരത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും ഈ വർഷത്തെ സെക്ഷണൽ ടൈമറുള്ള ഈ ഒരു പരീക്ഷ നിങ്ങൾക്ക് പ്രോപ്പർലി അറ്റൻഡ് ചെയ്യുകയും നല്ല സ്കോർ മേടിക്കുകയും എക്സാം ജോലിയിൽ കയറാൻ സാധിക്കുകയും സാധിക്കുന്നതാണ്. സോ CGL 2026 എന്താണ് ചേഞ്ച് ചെയ്തത്? 2026 ഈ ഒരു എക്സാമിന് വന്ന ചേഞ്ച് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കാം. സെക്ഷണൽ ടൈമിങ് ടയർ 1ലും ടയർ 2ലും പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് കഴിഞ്ഞ ലാസ്റ്റ് ഇയർ വരെ SSC CGL ടയർ 1 പരീക്ഷയ്ക്കാണെങ്കിൽ 60 മിനിറ്റിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് 100 ചോദ്യങ്ങൾ ഉണ്ടാവും. പക്ഷെ ഓരോ സെക്ഷനും സെപ്പറേറ്റ് ആയിട്ട് ടൈമർ ഇല്ല. അതായത് 60 മിനിറ്റ് ഏത് സെക്ഷനിലും ഏത് ചോദ്യത്തിനും വേണമെങ്കിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാം. 25 മാത്സ് ചോദ്യങ്ങളുണ്ട്, 25 റീസണിംഗ് ഉണ്ട്, 25 ഇംഗ്ലീഷ് ഉണ്ട്, 25 GK ഉണ്ട്. അപ്പം ചില ആൾക്കാരെങ്കിലും ചെയ്യുന്ന ഒരു വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ സമയം കൺസ്യൂം ചെയ്യാവുന്ന മാക്സിമം റീസണിംഗ് ഇതിനു വേണ്ടി കൂടുതൽ ടൈം അലോട്ട് ചെയ്യുകയും വളരെ പെട്ടെന്ന് GK ഇംഗ്ലീഷും പോലുള്ള സെക്ഷൻസ് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് കൂടുതൽ ക്വസ്റ്റ്യൻസിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കി വെച്ച് പ്രോപ്പർലി പ്ലാൻ ചെയ്ത് എക്സാംസ് എഴുതിയ ആൾക്കാരെ സംബന്ധിച്ച് ഇപ്പൊ വന്ന ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ ഓരോ സെക്ഷനും മാത്സിനും റീസണിങ്ങിനും GKക്കും ഇംഗ്ലീഷിനും ഓരോ സെക്ഷനും 15 മിനിറ്റ് വീതം മാത്രമേ ഉള്ളൂ. അപ്പോ ഈ GKക്ക് കിട്ടുന്ന GK ചിലപ്പോൾ 15 മിനിറ്റ് ആവശ്യം വന്നില്ലെങ്കിൽ പോലും 10 മിനിറ്റ് തീർത്താൽ അതിന് ബാക്കി വരുന്ന 5 മിനിറ്റ് മാത്സിനോ റീസണിങ്ങിനോ ഒക്കെ സ്പെൻഡ് ചെയ്യാനും കൂടുതൽ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാനും പറ്റുമായിരുന്നു. അപ്പൊ ഈ ഒരു പ്ലാൻ ഇനി വർക്ക്ഔട്ട് ആവില്ല. അപ്പൊ ഇനി എന്ത് ചെയ്യാൻ പറ്റും? 15 മിനിറ്റ് മാത്രമേ ഒരു സെക്ഷനിൽ കിട്ടൂ. 15 മിനിറ്റിൽ 25 ചോദ്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ചേഞ്ച് വന്നപ്പോൾ പലരും മോക്ക് ടെസ്റ്റുകൾ സെക്ഷൻ വൈസ് കട്ട് ഓഫ് വരുന്ന ഇത്തരത്തിലുള്ള പരീക്ഷകളുടെ മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ അവരുടെ മാർക്കുകൾ ഭയങ്കരമായിട്ട് ചേഞ്ച് ആവുന്നു. പലരും കൺഫ്യൂസ്ഡ് ആണ്. അപ്പൊ എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത്? ഈ ഒരു സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ സാധിക്കുന്നത്? പ്രോപ്പർലി പ്ലാൻ ചെയ്യുക, അതനുസരിച്ചിട്ട് നിങ്ങളുടെ ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടാക്കുക, മാക്സിമം പോസിബിൾ ആയിട്ടുള്ള സ്കോറിലേക്ക് എത്തിക്കുക. ഈ ഒരു കാര്യം തന്നെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പം 100 ചോദ്യങ്ങളുണ്ട്, 25 ക്വസ്റ്റ്യൻസിന്റെ 4 സെക്ഷൻസ് ആയിട്ടാണ് വരുന്നത്. 25 ചോദ്യങ്ങൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കിട്ടുന്ന സമയം എത്രയാണ്? 15 മിനിറ്റ് ആണ്. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള കൺസ്ട്രെയിന്റ് ടയർ 1നെ സംബന്ധിച്ച്. ഈ ടയർ 2 ആകുമ്പോഴോ രണ്ടാമത്തെ സ്റ്റേജ് വരുമ്പോൾ ഇവിടെയും നമുക്ക് ടൈം കൺസ്ട്രെയിന്റ് ഉണ്ട്. മാത്തമാറ്റിക്സ് 30 ചോദ്യങ്ങൾ വരുമ്പോൾ അതിന് 30 ക്വസ്റ്റ്യൻസ് 30 മിനിറ്റ് ഉണ്ട്. റീസണിംഗ് ആകുമ്പോഴും 30 ക്വസ്റ്റ്യൻസ് 30 മിനിറ്റ് വരുന്നുണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രഹെൻഷൻ 45 ക്വസ്റ്റ്യൻസ് 40 മിനിറ്റും, ജനറൽ അവയർനെസ് 25 ചോദ്യം 20 മിനിറ്റ്, പിന്നെ കമ്പ്യൂട്ടർ നോളജ് നമുക്ക് അറിയാവുന്ന പോലെ 20 ക്വസ്റ്റ്യൻസ് 15 മിനിറ്റ്. ഇങ്ങനെ ഒരു സെക്ഷണൽ ടൈമിങ് നമ്മുടെ ടയർ 2 പേപ്പറിൽ നമുക്ക് വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു 2 സ്റ്റേജുകളിലും ടയർ 1 ക്വാളിഫയർ ആയിട്ടുള്ള ടയർ 1ൽ മാത്രമല്ല നമ്മുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ഡിസൈഡ് ചെയ്യപ്പെടുന്ന ടയർ 2 പേപ്പറിലും ഇപ്രാവശ്യം മുതൽ CGL നമുക്ക് സെക്ഷണൽ ടൈമർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രോപ്പർലി പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അതൊരു അഡ്വാൻറ്റേജ് ആക്കി മാറ്റാം. എങ്ങനെ നമുക്ക് ഈ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നേരത്തെ പല ആൾക്കാരും ലാസ്റ്റ് ഇയേഴ്സിലൊക്കെ CGL എഴുതിയിരുന്ന ആൾക്കാരൊക്കെ അവരുടേതായിട്ടുള്ള ടൈം അലോക്കേഷൻ സെപ്പറേറ്റ്ലി മാത്സിൽ ഞാൻ 20 മിനിറ്റ് എടുക്കുന്നു, റീസണിങ്ങിന് 15-20 മിനിറ്റ് എടുക്കുന്നു, ബാക്കി 10 മിനിറ്റ് കൊണ്ട് മാത്സ് റീസണിങ് ഒക്കെ പല വെയിറ്റേജ് കൊടുത്ത് പല ടൈമിംഗ് പ്ലാൻ ചെയ്തൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി കറക്റ്റ് ആയിട്ട് ചെയ്തില്ലേ വർക്ക്ഔട്ട് ആവില്ല. അപ്പൊ എന്തൊക്കെയാണ് നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ടത്? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഈ പറയുന്ന 4 കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഈ പറയുന്ന 4 കാര്യങ്ങളിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. 4 കോർ റൂൾസ് ഓരോ സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് 4 കോർ റൂൾസ് ആണ് പറയുന്നത്. ഇനി ഒന്നാമത്തെ കാര്യം ക്വസ്റ്റ്യൻ സെലക്ഷൻ ഫസ്റ്റ്. അതായത് ക്വസ്റ്റ്യൻ സെലക്ഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം നിങ്ങൾക്ക് അറിയാം 25 ചോദ്യങ്ങളാണ് ഒരു സെക്ഷനിലുള്ളത്. മാത്സ് ആണെങ്കിലും റീസണിംഗ് ആണെങ്കിലും GK ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും 25 ചോദ്യങ്ങൾ എടുക്കാൻ 15 മിനിറ്റ് എന്ന് പറയുമ്പോൾ ആവറേജ് 36 സെക്കൻഡ് ആണ് നിങ്ങളെ സംബന്ധിച്ച് ഒരു ചോദ്യത്തിന് കിട്ടുന്നത്. അത് 25 ചോദ്യങ്ങളും ചെയ്യുന്ന ഒരാൾക്കാണ് 36 സെക്കൻഡ് എന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതിനകത്ത് എല്ലാ ചോദ്യങ്ങളും കണ്ടെത്തുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ടാസ്ക് ആണ്. കാരണം 36 സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് മാത്സിലെ ചില ചോദ്യങ്ങൾ, ചില ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള പ്രാക്ടീസ് നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷെ അല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ച് ഈ 36 സെക്കൻഡ് കൊണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ സെലക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്.
പെട്ടെന്ന് ചോദ്യങ്ങൾ നോക്കി പെട്ടെന്ന് അറിയുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതേസമയം ലോങ് ആയിട്ടുള്ള നമുക്ക് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള സമയം കളയുന്ന ക്വസ്റ്റ്യൻസ് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ വിട്ട് കളഞ്ഞുകൊണ്ട് പെട്ടെന്ന് ക്വിക്കായിട്ട് സ്കാൻ ചെയ്ത് അടുത്ത ചോദ്യങ്ങളിലേക്ക് പോവുക എന്നുള്ളൊരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത് എല്ലാ ആൾക്കാരും ശ്രദ്ധിക്കേണ്ട നമ്പർ 1 കാര്യമാണെന്ന് പറയും. ക്വസ്റ്റ്യൻ സെലക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ കണ്ടിരിക്കണം. കാരണം 25 ചോദ്യങ്ങൾ വരുന്ന മാത്സിന്റെ ഒരു ചാപ്റ്റർ ആണെങ്കിൽ ഒരു പക്ഷേ അതിൽ 10 മുതൽ 15 ചോദ്യം വരെ വളരെ എളുപ്പമുള്ളതുണ്ടാവും. അപ്പൊ ആദ്യത്തെ ചോദ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാമെന്ന് ചിന്തിച്ചാൽ ഒരു പക്ഷേ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് നിങ്ങൾ എത്തുന്നില്ല. അതുകൊണ്ട് ക്വസ്റ്റ്യൻ സെലക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ ക്വിക്ലി സ്കാൻ ചെയ്ത് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് 25 ചോദ്യങ്ങളും എത്രയും പെട്ടെന്ന് കാണുക. ഒരു 30 അല്ലെങ്കിൽ 40 സെക്കൻഡിനുള്ളിൽ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ മാത്രം ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാൻ ആയിട്ടുള്ള ഒരു മനസ്സ് ഉണ്ടാക്കണം, ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി രണ്ടാമത് പറയുന്നത് 2 റൗണ്ട് മെത്തേഡ്. അറ്റ്ലീസ്റ്റ് 2 റൗണ്ട് എന്ന് ഞാൻ പറയും. 2 റൗണ്ട് എങ്കിലും ഉറപ്പായിട്ട് നിങ്ങൾ പോയേ പറ്റും. 2 റൗണ്ട് എങ്കിലും, അതായത് നിങ്ങൾ 15 മിനിറ്റ് ആണ് സമയമുള്ളത്. ഡയറക്ട്ലി 25 ചോദ്യത്തിനായിട്ട് ആ 15 മിനിറ്റ് ഡയറക്ട്ലി നിങ്ങൾ കളയുന്നു എന്നല്ല ചെയ്യാനുള്ളത്. നിങ്ങൾ ആദ്യം ചെയ്യാനുള്ളത് നിങ്ങളിൽ 10 മുതൽ 12 മിനിറ്റ് വരെ, ഇനിഷ്യലി ഉള്ള 10 മുതൽ 12 മിനിറ്റ് വരെ ഉള്ള സമയം കൊണ്ട് ആദ്യത്തെ 25 ചോദ്യങ്ങൾ നിങ്ങൾ കവർ ചെയ്ത് പോയിരിക്കണം. എങ്ങനെ കവർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 25 ചോദ്യങ്ങൾ ചെയ്യാനല്ല ഉദ്ദേശം. അതിൽ വളരെ എളുപ്പത്തിൽ ഡയറക്റ്റ് ഫോർമുല ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രം അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ 30 to 40 സെക്കൻഡ്സ്, ഒരു 30 സെക്കൻഡിൽ ഉത്തരം കിട്ടാൻ പറ്റും എന്ന് ഉറപ്പുള്ള. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും 30 സെക്കൻഡിൽ എങ്ങനെ ഉത്തരം കിട്ടും, ഈ ചോദ്യം വായിക്കാൻ തന്നെ 10-15 സെക്കൻഡ് വേണ്ടേ. അതുകൊണ്ടാണ് പറയുന്നത് വളരെ എളുപ്പത്തിൽ ഡയറക്ട്ലി ടൈം പോകില്ല എന്ന് ഉറപ്പുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രം ആദ്യത്തെ റൗണ്ടിൽ പോയി ഒരു 10 to 12 മിനിറ്റ്സ്, 10 മിനിറ്റ് അല്ലെങ്കിൽ 12 മിനിറ്റിനുള്ളിൽ തന്നെ. ഇതിന്റെ ടൈം ഞാൻ പറയുന്ന എക്സാക്ട് ടൈം കീപ്പ് ചെയ്യണമെന്നില്ല. ഓരോരുത്തരുടെയും എബിലിറ്റി അനുസരിച്ചിട്ട് ഇതിൽ ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള അറിയാമെന്ന് യാതൊരു കൺഫ്യൂഷനും ഇല്ലാത്ത ചോദ്യങ്ങൾ മാത്രം ആദ്യത്തെ 10 to 12 മിനിറ്റ്സിൽ നോക്കുക. പിന്നീട് അതിനകത്ത് നിങ്ങൾക്ക് അറിയാവുന്ന പരിചയമുള്ള ചോദ്യമാണ്, പക്ഷേ സംശയം അല്ലെങ്കിൽ സമയം പോകുമോ എന്ന് കൺഫ്യൂഷൻ ഉള്ളത് മാർക്ക് ചെയ്യാൻ ശ്രമിക്കുക. രണ്ടാമത്തെ റൗണ്ടിലേക്ക്, അടുത്ത റൗണ്ടിലേക്ക് മാർക്ക് ചെയ്തിട്ട് പോവുക. അതായത് ഫസ്റ്റ് റൗണ്ട് നിങ്ങൾ ഡയറക്റ്റ് എളുപ്പമുള്ള ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ കൂടെ കാണുമ്പോൾ ഇതെനിക്ക് അറിയാം ബട്ട് ടൈം കുറച്ചെടുക്കുമെന്ന് സംശയമുള്ളത് മാർക്ക് ചെയ്തിട്ട് തന്നെ പോവുക. വളരെ പെട്ടെന്ന് അടുത്തതിലോട്ട് സ്കിപ്പ് ചെയ്യുക. ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി സെക്കൻഡ് റൗണ്ടിൽ വരുമ്പോൾ ഈ കുറച്ച് ടൈം പോകുന്ന സംശയമുള്ള ചെറിയ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്തിട്ട് അടുത്തതിലേക്ക് പോകാൻ ശ്രമിക്കുക. അങ്ങനെ സെക്കൻഡ് റൗണ്ടിൽ നിങ്ങൾ കുറച്ച് ആവറേജ് ലെവലുള്ള ക്വസ്റ്റ്യൻസ് നോക്കുക. എന്നിട്ട് ഇനി തേർഡ് റൗണ്ട് പോകാൻ പ്രോബബിലിറ്റി ഉള്ള ആൾക്കാർക്ക് അതിനുശേഷം വീണ്ടും ഒരു തേർഡ് റൗണ്ട് കൂടെ ഫൈനലി പോകാൻ പറ്റും. അത് എല്ലാവരെയും സംബന്ധിച്ച് തേർഡ് റൗണ്ട് പോകാൻ പറ്റുമെന്ന് ഉറപ്പില്ല. എന്നിരുന്നാലും 2 റൗണ്ട് നിർബന്ധമായിട്ടും നിങ്ങൾ നോക്കാൻ ശ്രമിക്കുക. ഇനി എല്ലാവർക്കും വരുന്ന ഒരു കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 25 ചോദ്യങ്ങൾ ഉണ്ടല്ലോ, 25 ചോദ്യങ്ങൾ, ആ 25 ചോദ്യങ്ങളും ചെയ്യണം എന്ന് ചിന്തിക്കുമ്പോഴാണ് നിങ്ങൾ ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ആവുന്നത്. അപ്പൊ 25 ക്വസ്റ്റ്യൻസ് 15 മിനിറ്റിൽ ചെയ്യണമെങ്കിൽ 36 സെക്കൻഡിൽ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്തിരിക്കണം. 36 സെക്കൻഡ്സിൽ ഒരു ചോദ്യം പോലും എഴുതാൻ പറ്റില്ല. അപ്പൊ അത് പ്രാക്ടിക്കലി ഒരു പക്ഷെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെങ്കിൽ പറ്റിയേക്കും. പക്ഷെ CGL എക്സാമിന് അത്ര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം വരുമെന്ന് എക്സ്പെക്ട് ചെയ്യേണ്ട. അതുകൊണ്ട് 25 മാത്സ് സബ്ജക്റ്റിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരുപക്ഷെ റീസണിങ്ങിനെ സംബന്ധിച്ച് പോലും 25 ഔട്ട് ഓഫ് 25 ടാർഗറ്റ് വെക്കുമ്പോഴാണ് നമ്മൾ ടെൻഷൻ ആവുന്നതും അത്രയും എത്താൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ കറങ്ങി കുത്താനും അങ്ങനെ പല കാര്യങ്ങളിലേക്ക് പോകുന്നത്. സോ നിങ്ങളൊരു ടാർഗറ്റ് 20, ഇനിഷ്യലി നിങ്ങൾ ഒരു 20 ടാർഗറ്റിലേക്ക് എത്തുന്ന രീതിയിലെങ്കിലും 20 to 22 എന്ന് പറയുന്നതിലും ഒരു 20 നമ്പേഴ്സിലേക്ക് എങ്കിലും എത്താൻ പറ്റുന്ന 20 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ആവറേജ് നിങ്ങൾക്ക് 45 സെക്കൻഡ് മാത്രമാണുള്ളത്. 20 ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്തു അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് ചെയ്തെങ്കിൽ 45 സെക്കൻഡ് ഒരു ക്വസ്റ്റ്യൻ സ്പെൻഡ് ചെയ്താൽ മാത്രമേ 20 ക്വസ്റ്റ്യൻസിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റൂ. അപ്പൊ അതും ചിന്തിക്കാം. 20 ക്വസ്റ്റ്യൻസ് ചിലപ്പം 10 ചോദ്യങ്ങളായിരിക്കും അല്ലെങ്കിൽ 15 ചോദ്യങ്ങളായിരിക്കും നിങ്ങൾ ഫസ്റ്റ് റൗണ്ടിൽ, അല്ലെങ്കിൽ 10 ചോദ്യമൊക്കെ ആയിരിക്കും. നിങ്ങൾ അതിൽ ടെൻഷൻ ആവാൻ നിൽക്കരുത്. നിങ്ങൾ പ്രോപ്പർലി അടുത്ത റൗണ്ടിലേക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാം. ഇനി ചിലപ്പോൾ ഒരുപക്ഷെ 10 ക്വസ്റ്റ്യൻസോ 10 മുതൽ 15 ക്വസ്റ്റ്യൻസ് വരെയൊക്കെ ഒരുപക്ഷെ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ.
ചില ആൾക്കാർ ക്വസ്റ്റ്യൻസ് 10 കൊണ്ട് പറ്റുള്ളൂ, 12 പറ്റുള്ളൂ, 15 പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അടുത്ത സെക്ഷൻ എത്തുമ്പോൾ ആവശ്യമില്ലാതെ കറക്കി കുത്തും, ഉള്ള മാർക്കും കൂടെ പോകാൻ ശ്രദ്ധിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ 25 മാർക്ക് 23 മാർക്ക് ഞാൻ മാത്സിന് മേടിച്ചതായിരുന്നു, അത്രയും മാർക്ക് വേണം എന്ന് യാതൊരു കാരണവശാലും മനസ്സിൽ വിചാരിക്കരുത്. അങ്ങനെ ഒരു പേഴ്സണൽ നിങ്ങളുടെ മനസ്സിലുള്ള നേരത്തെ ഉള്ള കട്ട് ഓഫിനെ വെച്ചിട്ട് ഇത്ര ക്വസ്റ്റ്യൻസ് ഈ സെക്ഷനിൽ ചെയ്യുന്ന ഒരു മുൻ ധാരണകൾ ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഇവാലുവേഷനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു കട്ട് ഓഫ് ഇത്ര മാർക്ക് നിങ്ങൾക്ക് ചെയ്യണം, ഇത്ര ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന് നിങ്ങൾക്ക് വെക്കാം. അതിനപ്പുറത്തേക്ക് പഴയ പാറ്റേണിനെ വെച്ചുകൊണ്ട് ഒരു കമ്പാരിസൺ ഉണ്ടാക്കരുത്. അത് ഉണ്ടാക്കിയാൽ നിങ്ങൾ ടെൻഷൻ ആക്കുകയും നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാതിരിക്കാൻ സാധിക്കുകയും മാത്രമേ ഉള്ളൂ. ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ എങ്ങനെ ഒരു ആക്ഷൻ പ്ലാനിലൂടെ നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസിലേക്ക് എത്താം എന്നുള്ള കാര്യങ്ങൾ ഞാൻ വരുന്ന സമയത്ത് പറയുന്നതായിരിക്കും, വരുന്ന സ്ലൈഡുകൾ പറയുന്നതായിരിക്കും. ഇനി നിങ്ങൾ നാലാമത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഞാൻ പറഞ്ഞു, നിങ്ങൾ പേഴ്സണൽ കട്ട് ഓഫ് വെക്കുക. മാത്സിന് ഇത്ര മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യാൻ വേണ്ടി കട്ട് ഓഫും കാര്യങ്ങളെ പറ്റി ഞാൻ വരുന്ന സമയങ്ങളിൽ പറയുന്നത്. ഇനി ഓൾവേസ് ട്രെയിൻ വിത്ത് ടൈമർ വെച്ച് തന്നെ പരീക്ഷകൾ എഴുതുക. ഇനിയും കാഷ്വൽ ആയിട്ട് എഴുതാനുള്ള സമയമില്ല. നമ്മുടെ മുമ്പിൽ പരീക്ഷയ്ക്ക് മുമ്പ് ഒരു 2.5 മാസം അല്ലെ 2 മാസം മാത്രമേ ഉള്ളൂ. പ്രോപ്പർലി ടൈമർ വെച്ച് മാത്രം പരീക്ഷ എഴുതാനായിട്ട് ശ്രമിക്കുക. ടൈമർ ഇല്ലാതെ ആരും എക്സാം എഴുതാനായിട്ട് ശ്രമിക്കുകയേ ചെയ്യരുത്. 15 മിനിറ്റ് ടൈമർ ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റുകൾ തന്നെ മാക്സിമം റീസണിങ്ങിനും പ്രത്യേകിച്ച് ശ്രദ്ധിച്ചെഴുതുക. ഒരുപക്ഷെ ഞാനിപ്പോ മാക്സിമം റീസണിങ് മാത്രമാണ് പറഞ്ഞത്, ടൈമർ ബേസ്ഡ് ആയിട്ടുള്ള പരീക്ഷ മാത്രം എഴുതുക. പ്രാക്ടീസ് തന്നെ നിങ്ങളെ ഈ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുള്ളൂ. യാതൊരു ചേഞ്ചും ഇല്ല. പ്രാക്ടീസ് ചെയ്ത് മാത്രമേ ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ. അതിന് കാരണം ചില ആൾക്കാർ പറയാറുണ്ട് 60 മിനിറ്റിന്റെ എക്സാമില് അവസാനത്തെ 5 മിനിറ്റ് മുകളിൽ ടൈമർ ഇങ്ങനെ ലാസ്റ്റ് 5 മിനിറ്റ്സ് അല്ലെങ്കിൽ 3 മിനിറ്റ്സ് ഒക്കെ എത്തുമ്പോൾ പിന്നെ ഒരു ചോദ്യവും ചെയ്യാൻ പറ്റാറില്ല. ടെൻഷൻ ആയി പോയി ചില ആൾക്കാർ. അവരെ സംബന്ധിച്ച് ഈ 4 സെക്ഷനുകളിലെ ടൈമർ വരുമ്പോൾ ഒരുപാട് സമയം അവിടെ പോകാൻ സാധ്യതയുണ്ട്. അവസാന നിമിഷം ഉള്ള ടെൻഷൻ കാരണം. അപ്പൊ അത് മാനേജ് ചെയ്യാൻ കഴിയണം. കാരണം 4 സെക്ഷനിലും അവസാനത്തെ 2 മുതൽ 3 മിനിറ്റ് വരെ ആ ടൈമറിനെ നോക്കി ടെൻഷനായി നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചും വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഒരുപാട് സമയം നിങ്ങളെ സംബന്ധിച്ചും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. സോ അവരെ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ പ്രോപ്പർലി ടൈമർ ബേസ് ചെയ്ത് പരീക്ഷ എഴുതി മാത്രമേ കറക്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇത് എങ്ങനെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പൊ മാത്സിന്റെ കാര്യം നമുക്ക് നോക്കാം. ടയർ 1 നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ട ഒരു കാര്യം, മാത്സ് 15 മിനിറ്റ് ആണ് നമ്മുടെ മുമ്പിലുള്ളത്. ഓരോ സബ്ജക്റ്റ് നമുക്ക് നോക്കാം. 25 ക്വസ്റ്റ്യൻസ് ആണ് മാത്സിലുള്ളത് അല്ലെ. അപ്പോ ആവറേജ് ഞാൻ പറഞ്ഞു 36 സെക്കൻഡ്സ് ഒരു ക്വസ്റ്റ്യന് 36 സെക്കൻഡ്സ് ഉണ്ട്. അപ്പോ നമ്മൾ 36 സെക്കൻഡ്സ് എന്ന് പറയുന്നത് ഈ 25 ചോദ്യങ്ങൾ എന്തായാലും 36 സെക്കൻഡ്സ് കൊണ്ട് ചെയ്യാൻ ആരെ സംബന്ധിച്ചും പ്രാക്ടിക്കലി പോസിബിൾ അല്ല എന്നൊരു കാര്യം മനസ്സിലാക്കുക. ആരെ സംബന്ധിച്ചും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. കാരണം എന്താ വെച്ചാൽ എല്ലാ ക്വസ്റ്റ്യൻസും അത്ര സിമ്പിൾ ആയിട്ടുള്ളതല്ല CGL കണ്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് 36 സെക്കൻഡ്സിൽ പ്രാക്ടിക്കലി പോസിബിൾ അല്ല. നിങ്ങളൊരു 20 ക്വസ്റ്റ്യൻസ് 20 ആക്യുറേറ്റ് അറ്റംപ്റ്റ്സിന് വേണ്ടി നിങ്ങൾ എയിം ചെയ്യുക. 20 എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിൽ കൂടിക്കൂടെ 22 എന്നുകൂടെ ചില ഷിഫ്റ്റുകളിലും ചില എക്സാം എഴുതുമ്പോൾ ചിലപ്പോൾ 20+ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷെ എപ്പോഴും അങ്ങനെ ആയിരിക്കില്ല. നിങ്ങളൊരു ആവറേജ് ലെവലിൽ 20 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഒരു ക്വസ്റ്റ്യന് 45 സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ 20 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിനെ മാത്രം നിങ്ങൾ എയിം ചെയ്യുക. 25നെ എയിം ചെയ്താലുള്ള പ്രശ്നം നിങ്ങൾ 36 സെക്കൻഡ് നിങ്ങൾ ആവശ്യമില്ലാതെ ടെൻഷൻ ആവുകയും ഉള്ള ക്വസ്റ്റ്യൻസ് പോലും ചെയ്യാൻ പറ്റാതാവുകയും ചെയ്യും. 20 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇനിഷ്യലി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് ഹാബിറ്റ്സ് മാറ്റി പയ്യെ നമ്മുടെ സ്കോർ ഇംപ്രൂവ് ചെയ്യാം. 15 ആയിരിക്കും ചിലപ്പോൾ ഇനിഷ്യലി ചില ആൾക്കാർ 15, 12, 10 ഒക്കെ ചെയ്യുന്നവരായിരിക്കും. അത് 15ലേക്ക് കൊണ്ടുവരിക. 20ലേക്ക് എത്താനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. 20 എത്തിയാലേ എക്സാം കിട്ടൂ എന്നല്ല അർത്ഥം. അതൊരു മാക്സിമം സ്കോർ എന്ന രീതിയിലേക്കാണ് ഞാൻ പറയുന്നത്. അപ്പൊ 20 എങ്ങനെയാണ് നിങ്ങൾ എക്സാമിന് ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, മാത്സിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞു ഇനിഷ്യലി ഒരു 10 മിനിറ്റ് കൊണ്ട് ഡയറക്റ്റ് വരുന്ന ചോദ്യങ്ങൾ വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്യുക. മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ മാർക്ക് ചെയ്ത് പോവുക. ഫസ്റ്റ് 10 to 12 മിനിറ്റ്സ് അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് 10 മിനിറ്റിനുള്ളിൽ പറ്റുമെങ്കിൽ അങ്ങനെ ഫസ്റ്റ് 10 to 12 മിനിറ്റ്സ് ആദ്യത്തെ 15 മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ 10 മിനിറ്റിനും 15 മിനിറ്റിനും ഇടയ്ക്കുള്ള സമയം കൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള ഒരു 15 ചോദ്യങ്ങൾ 15 to 18 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിന് ആവറേജ് ലെവൽ എക്സ്പെക്ട് ചെയ്യുന്നത്. എങ്ങനെയാണെങ്കിലും വലിയ ബുദ്ധിമുട്ടില്ലാത്ത 10 to 15 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻസ് ആദ്യത്തെ 10 മിനിറ്റ് അല്ലെങ്കിൽ 12 മിനിറ്റിൽ കംപ്ലീറ്റ് ചെയ്യുക. പിന്നീട് വരുന്ന സമയത്ത് മോഡറേറ്റ് മാർക്ക് ചെയ്ത ക്വസ്റ്റ്യൻസ് ചെയ്യാൻ രണ്ടാമത്തെ റൗണ്ട് വരിക. എന്നിട്ട് ടഫും സമയം കൺസ്യൂം ചെയ്യുന്നതുമായിട്ടുള്ള ക്വസ്റ്റ്യൻ ലാസ്റ്റ് 3rd റൗണ്ടിലേക്ക് മാത്രം വെക്കുക. ഇനി 3rd റൗണ്ട് നിങ്ങൾക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും യാതൊരു തരത്തിലും നിങ്ങൾ ടെൻഷൻ ആവണ്ട. അത് ചെയ്യുന്ന ആൾക്കാർ
വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അത്രയും ടൈം മാനേജ് ചെയ്താൽ മാത്രമേ ലെങ്തി ഓൺസ് ചെയ്യാനുള്ള സമയമുള്ളൂ. സോ സിംപ്ലി ലെങ്തി ക്വസ്റ്റ്യൻ ആണെങ്കിൽ സ്കിപ്പ് ചെയ്യാം, അതിന്റെ ഉറപ്പിച്ചോളൂ, യാതൊരു തരത്തിലും മാറ്റണ്ട. ഇനി ഇത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ 25 ദിവസം ഡെയിലി നിങ്ങൾ ടൈമർ 25 ക്വസ്റ്റ്യൻ സെക്ഷനിൽ വരുന്ന 15 മിനിറ്റ്സ് ടൈമർ നിങ്ങൾ ഡെയിലി ഹാബിറ്റ് ആക്കാനാണ് പറഞ്ഞത്. എങ്ങനെയാണ് ഡെയിലി ഹാബിറ്റ് ആക്കേണ്ടത്? ഡെയിലി ഇപ്പൊ ടെക്സ്റ്റ് ബുക്ക് പ്ലാറ്റ്ഫോമിലാണെങ്കിലും നമ്മൾ ഒരുപാട് ടെസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. 15 മിനിറ്റിൽ ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റുകൾ ദിശ അക്കാഡമിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് ടെസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പല പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആയിരിക്കും. ഏത് പ്ലാറ്റ്ഫോം ആണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഏത് പ്ലാറ്റ്ഫോമിലാണെങ്കിലും നിങ്ങൾ ഡെയിലി മാത്സിന്റെ ടെസ്റ്റ് എഴുതുക. എന്നിട്ട് എങ്ങനെയാണ് പ്രോപ്പർലി അതിനെ അനലൈസ് ചെയ്യുന്നുണ്ടോ എന്ന് കൂടെ പറയാം. അത് കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോളാം. നിങ്ങൾ ഡേ 1 ഇന്ന് നിങ്ങൾ വന്നു, ആ ഡേ 1 25 ചോദ്യങ്ങൾ എടുത്തു. പ്രോപ്പർലി 15 മിനിറ്റ് സെക്ഷണൽ ടൈം വെച്ചിട്ട് അതിൽ നിങ്ങൾ ഒരു 10 ചോദ്യങ്ങൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ആദ്യമൊക്കെ 12 ചോദ്യം, അല്ലെങ്കിൽ ചിലപ്പോൾ ചിലരെ സംബന്ധിച്ച് 15 ചോദ്യങ്ങൾ ചെയ്തു എന്ന് കരുതുക. സപ്പോസ് നിങ്ങൾ അങ്ങനെ ചെയ്തു എന്ന് കരുതുക, ചെയ്യാത്ത സെക്ഷൻസ് ഉണ്ടാവും. ഇത് നിങ്ങൾ പ്രോപ്പർലി അനലൈസ് ചെയ്യണം. നിങ്ങൾ ഇതിനകത്ത് തന്നെ സമയം കൂടുതൽ എടുത്താൽ, നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും എടുത്ത ടൈം നിങ്ങൾക്ക് കാണാൻ പറ്റും, എത്ര സമയം എടുത്തിട്ടാണ് ഓരോ ചോദ്യം ചെയ്തത്. അപ്പം ടൈം കൂടുതൽ കൺസ്യൂം ചെയ്ത ചാപ്റ്റർ ഏതാണോ സെപ്പറേറ്റ്ലി മാർക്ക് ചെയ്ത് വെക്കുക. അതിനുവേണ്ടി നിങ്ങൾ സെപ്പറേറ്റ് ബുക്ക് കീപ്പ് ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യും. സെപ്പറേറ്റ് ബുക്ക് നിങ്ങൾ മാത്സിൽ എടുക്കുക. ആ ബുക്കിൽ ഡെയിലി 25 ക്വസ്റ്റ്യൻസ് വരുന്ന സെക്ഷൻ മാത്സ് മാത്രം ചെയ്യാനാണ് ഞാൻ ഇപ്പൊ പറയുന്നത് ഫസ്റ്റ് സ്റ്റേജിൽ. പിന്നീട് മോക്കിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മൂവ് ചെയ്യാം, ഫുൾ മോക്കിലേക്ക്. ഇപ്പൊ നിങ്ങൾ അറ്റ്ലീസ്റ്റ് മാത്സിന്റെയും റീസണിങ്ങിന്റെ ഒക്കെ ഇൻഡിവിജ്വൽ സെക്ഷൻസ് 15 മിനിറ്റ് വരുന്ന സെക്ഷനിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ആ ബുക്കിൽ 15 മിനിറ്റ് നിങ്ങൾ എക്സാം എഴുതിയിട്ട് പ്രോപ്പർ അനലൈസിസ് ഉണ്ടാവണം. അതായത് നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ആദ്യം നോട്ട് ചെയ്ത് വെക്കുക. ഒരു ദിവസം നിങ്ങൾ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സമയം എടുത്ത് ചെയ്തതിനും സെപ്പറേറ്റ് മാർക്ക് ചെയ്ത് എത്ര സെക്കൻഡ് ആണെന്നെല്ലാം നിങ്ങൾക്ക് അതിനകത്ത് അറിയാൻ പറ്റും. സോ അത് നിങ്ങൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ആ മിനിമം ടൈം എടുത്ത് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ 40 സെക്കൻഡ് അല്ലെങ്കിൽ 45 സെക്കൻഡിൽ കൂടുതലൊക്കെ എടുത്ത് ചെയ്ത പ്രോബ്ലംസ് ആണെങ്കിൽ അതിനെ ഒന്നുകൂടെ റിവ്യൂ ചെയ്യുക, മെത്തേഡ്സ് നോക്കുക, വീണ്ടും ഷോർട്ട് ആക്കാൻ പറ്റുമോ, കുറച്ചുകൂടെ ടൈം കുറയ്ക്കാൻ പറ്റുമോ എന്ന രീതിയിൽ അപ്രോച്ച് ചെയ്ത് ഡെയിലി അനാലിസിസ് ചെയ്താൽ 30 ഡേയ്സ് നിങ്ങൾ ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾ ഫസ്റ്റ് ഡേ ചെയ്ത ആ ടൈമിൽ നിന്ന് തീർച്ചയായിട്ടും ഒരു 2 മിനിറ്റ് എങ്കിലും നിങ്ങൾക്ക് ലാഭിക്കാൻ ഉറപ്പായിട്ട് പറ്റിയിരിക്കും. പ്രോപ്പർലി പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് മാത്രം മാത്സിനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യുക. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്തോളൂ, ഉറപ്പായിട്ടും മാറ്റം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ജൂൺ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ജൂൺ മന്ത് ഫുള്ള് ഒരു മാസം കൊണ്ട് മാത്സും റീസണിങ്ങും സിമിലർ ആയിട്ട് നിങ്ങൾ അനാലിസിസ് ചെയ്ത് നിങ്ങളുടെ ടൈമിനെ ഏറ്റവും മിനിമൈസ് ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത മാസം മുതൽ ഫുൾ മോക്കുകളിലേക്ക് കിടക്കുക. ഒരു സെക്ഷൻ മാത്രമല്ലാതെ കംപ്ലീറ്റ് ഫുൾ മോക്കുകളിലേക്ക് കിടക്കുക. അങ്ങനെ ചെയ്താൽ ഓർഗനൈസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് മുമ്പോട്ട് പോവുകയും നിങ്ങൾക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനും തീർച്ചയായിട്ടും പറ്റും. അതുപോലെ റീസണിങ്ങിനെ സംബന്ധിച്ച് റീസണിങ് ആണ് ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതെന്ന് ഞാൻ വേണമെങ്കിൽ പറയും. ടൈം ട്രാപ്പുകൾ, നേരത്തെ തന്നെ ടൈം ട്രാപ്പുകൾ ഉള്ള ഒരു ചാപ്റ്റർ ആണ്, അല്ലെങ്കിൽ ഒരു സെക്ഷൻ ആണ് റീസണിങ് എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മുടെ സമയം ഒരുപാട് കളയാൻ സാധ്യതയുണ്ട്. കാരണം ചോദ്യം കാണുമ്പോൾ നമുക്ക് അറിയാൻ തോന്നും, പെട്ടെന്ന് ചെയ്യാമെന്ന് വിചാരിക്കും, പക്ഷെ ചെയ്തു തുടങ്ങുമ്പോൾ സമയം പോകും. അതുകൊണ്ട് നിങ്ങൾ ടൈം ട്രാപ്സിൽ വീണ് നിങ്ങളുടെ സമയം പോകാതിരിക്കുക. അങ്ങനെ ടൈം ട്രാപ്സിൽ വരാൻ സാധ്യതയുള്ളത് പസിൽസ്, സീറ്റിംഗ് അറേഞ്ച്മെന്റ്. ഒരു പക്ഷേ 2 മുതൽ 3 മിനിറ്റ് വരെയൊക്കെ നിങ്ങൾക്ക് എടുത്തേക്കാം. വലിയ പസിൽസ് ആണെങ്കിൽ, സിമ്പിൾ പസിൽ ആണ് 2-3 ചോദ്യങ്ങൾ, ചിലപ്പോൾ ഒരു പസിലിൽ നിന്ന് ഒറ്റ ക്വസ്റ്റ്യൻ മാത്രമൊക്കെ വരാറുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് വായിക്കാൻ തന്നെ 30 സെക്കൻഡ് ചിലപ്പോൾ എടുത്തേക്കും. അങ്ങനെയൊക്കെ കാണുകയാണെങ്കിൽ ഫസ്റ്റ് റൗണ്ടിൽ അത് വിട്ടുകൊള്ളുക, അത് വിട്ട് കളഞ്ഞുകൊള്ളുക. ഇപ്പൊ ഒരു പസിലിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 2 മിനിറ്റ് ഒക്കെ അതിനകത്ത് സ്പെൻഡ് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ 2-2.5 മിനിറ്റ് നമുക്ക് സ്പെൻഡ് ചെയ്ത് നോക്കിയേക്കാം. 3 ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ്ലി അതിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു വലിയ പസിൽ വന്നിട്ട് അതിൽ ഒരൊറ്റ ചോദ്യം മാത്രമാണെങ്കിൽ ഒരിക്കലും അറ്റംപ്റ്റ് ചെയ്യാൻ പോകരുത്. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ടതാണ്. പസിൽസ്, അതുപോലെ നമ്പർ സീരീസ് ഒക്കെ ഒറ്റ എഴുതി നോക്കുക. പെട്ടെന്ന് ലോജിക്ക് കത്തുന്നില്ലെങ്കിൽ അപ്പം തന്നെ ചാടിക്കൊള്ളുക. ട്രൈ ഔട്ട് ചെയ്യാൻ അവിടെ സമയമില്ല. അതുപോലെ കോഡിംഗ് ഡീകോഡിംഗ് പെട്ടെന്ന് കോഡ് മനസ്സിലായെങ്കിൽ മാത്രം ചെയ്യാം, ഇല്ലെങ്കിൽ വിട്ട് അടുത്തതിലേക്ക് പോവുക. ആ മാർക്ക് ചെയ്തിട്ട് അടുത്ത റൗണ്ടിന് വേണ്ടി വെക്കുക. ഇത് സ്മാർട്ട് ഓർഡർ എന്ന് പറഞ്ഞാൽ ചിലപ്പം ഡയറക്ഷൻ സെൻസ് ഡയറക്റ്റ് ആയിട്ടായിരിക്കും, ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയില്ല. ബ്ലഡ് റിലേഷൻ വലിയ കൺഫ്യൂഷൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല SSC സംബന്ധിച്ച്. അതുപോലെ സിലോജിസം, ഇനീക്വാലിറ്റീസ്, ഈ ഒരു ഓർഡർ നിങ്ങൾ കീപ്പ് ചെയ്താൽ ബെറ്റർ ആയിരിക്കും. നോട്ട് ഓൾവേസ്, എപ്പോഴും ഇങ്ങനെയാണെന്ന് പറയുന്നില്ല, പക്ഷേ ഈ ഒരു ഓർഡർ നോർമലി നമ്മളെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ഓർഡർ നോക്കിയാൽ എളുപ്പമുള്ള ചോദ്യങ്ങൾ ആദ്യം പോകാൻ പറ്റും. ഈ ഒരു ഓർഡർ കഴിഞ്ഞിട്ട് പിന്നെ
പസിൽസ് അതുപോലെ പാറ്റേൺസ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മുടെ ഒരു ടാർഗറ്റ് ചെയ്യേണ്ടത് 20 to 22 സ്മാർട്ട് അറ്റംപ്റ്റ്സ് ആണ്. നമുക്ക് ആക്യുറസിയോട് കൂടിയുള്ള ഒരു 20 മുതൽ 22 അറ്റംപ്റ്റ് വരെയാണ് നമുക്ക് റീസണിങ്ങിനകത്ത് നമ്മൾ നോക്കുന്നത്. അപ്പൊ ആ ഒരു അറ്റംപ്റ്റ് നോക്കിയാൽ തന്നെ നമുക്ക് മാക്സിമം നല്ലൊരു ഉപയോഗം വരുന്ന സ്കോറിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അപ്പൊ റീസണിങ്ങിനെ സംബന്ധിച്ചും മാത്സിനെ സംബന്ധിച്ചും ഞാൻ നേരത്തെ മാത്സിൽ പറഞ്ഞ അതേ കാര്യം തന്നെ, അതേ ഡെയിലി പ്രാക്ടീസും ആ പ്രാക്ടീസിനെ ബേസ് ചെയ്തുള്ള ഇവാലുവേഷൻ ചെയ്ത് നിങ്ങൾ റീസണിങ്ങിന് പോകാൻ ശ്രമിക്കണം. അപ്പൊ മാത്സും റീസണിങ്ങും സെപ്പറേറ്റ് ബുക്ക് കീപ്പ് ചെയ്ത് ഡെയിലി 15 മിനിറ്റിന്റെ സെക്ഷണൽ ടൈമുകൾ വെച്ചിട്ടുള്ള എക്സാം എഴുതി അതേ ബേസ് ചെയ്ത് അനാലിസിസ് നോട്ട് ചെയ്ത് ഡെയിലി കണ്ടിന്യൂസ്ലി ചെറിയ സെക്കൻഡുകൾ ഇമ്പ്രൂവ് ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. പലപ്പോഴും ഇംഗ്ലീഷ്, ഇനി അടുത്തത് പലരും ചിലപ്പോൾ നിങ്ങളോട് ഒരുപക്ഷെ പറയുന്നുണ്ടാവും ഇംഗ്ലീഷും GK വളരെ സമയം കിട്ടും, അതുകൊണ്ട് അതിനെപ്പറ്റി ടെൻഷൻ അടിക്കണ്ട എന്ന് പറയുന്നുണ്ട്. ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ നിന്ന് നല്ല രീതിയിലുള്ള ടൈം മാനേജ്മെന്റ് പറ്റിയെന്ന് വരില്ല ഒരു പക്ഷേ. അതിന് കാരണമുണ്ട്. ചിലപ്പോൾ നമുക്ക് ഇംഗ്ലീഷിനെ സംബന്ധിച്ച് ഇംഗ്ലീഷിൽ ചിലപ്പോൾ വൊക്കാബുലറി അല്ലെങ്കിൽ ഗ്രാമർ സ്പോർട്ടിങ് ചിലപ്പോൾ നമുക്ക് അധികം സമയം പോകാൻ സാധ്യതയില്ല, പെട്ടെന്ന് കിട്ടിയേക്കും. ഒരു പക്ഷേ റീഡിംഗ് കോംപ്രിഹെൻഷൻ, ക്ലോസ് ടെസ്റ്റ് പോലെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് സമയം പോയേക്കാം. ഡിപ്പെൻഡ്സ് ഓൺ ദ പാരഗ്രാഫ്. വരുന്ന ആ പാരഗ്രാഫിനെയൊക്കെ ബേസ് ചെയ്ത് സമയം പോയേക്കാം. അതുകൊണ്ട് ആദ്യം കയറി റീഡിംഗ് കോംപ്രിഹെൻഷൻ ഭാഗത്തേക്ക് പോകരുത്. ആദ്യം വൊക്കാബുലറി, ബാക്കിയുള്ള സ്പോർട്ടിങ് നോർമലി വരുന്ന കാര്യങ്ങൾ അറ്റൻഡ് ചെയ്തിട്ട് മാത്രം റീഡിംഗ് കോംപ്രിഹെൻഷനിലേക്ക് പോയേക്കാം. ഒരു പക്ഷേ ഇംഗ്ലീഷിന്റെ സമയം മാനേജ് ചെയ്യാൻ ചിലർക്കെങ്കിലും ബുദ്ധിമുട്ടായേക്കാം. റീഡിംഗ് സ്കില്ലുകൾ അല്ലെങ്കിൽ ഡെയിലി റീഡിംഗ് ഹാബിറ്റ്സ് ഇല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ചാണ് ഈ ഒരു ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് കോംപ്രിഹെൻഷൻ ഒക്കെ ഒരുപാട് സമയം എടുക്കാറുണ്ട്. അപ്പൊ അവരോടുള്ള സ്പെഷ്യൽ അഡ്വൈസ് ഡെയിലി കോംപ്രിഹെൻഷൻ ബേസ് ചെയ്തിട്ടുള്ള പ്രാക്ടീസുകൾ, എഡിറ്റോറിയൽ റീഡിംഗ് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ ഡെയിലി നിങ്ങളുടെ ഷെഡ്യൂളിന്റെ ഭാഗമാക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. നല്ല റീഡിംഗ് കോംപ്രിഹെൻഷൻ, നല്ല പാസേജസ് ഒക്കെ വന്നാൽ നിങ്ങൾക്ക് സമയം പോകും. സോ അത് പ്രാക്ടീസ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ഒരുപാട് പേര് വിട്ട് കളയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത് ഇംഗ്ലീഷിൽ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ ജനറൽ അവയർനെസ് 25 ചോദ്യങ്ങൾ ഒരുപാട് സമയം ജനറൽ അവയർനെസ്സിന് ഉണ്ടെന്ന് കരുതുന്നുണ്ട്. കാരണം 36 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഒരു സബ്ജക്ട്, ഒരു ക്വസ്റ്റ്യൻ 36 സെക്കൻഡേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അത് മാത്സോ റീസണിങ്ങോ പോട്ടെ, GK ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വായിക്കാൻ തന്നെ ഒരു പക്ഷേ 15 മുതൽ 20 സെക്കൻഡ് വരെ ഒരു പക്ഷേ എടുത്തേക്കാം. ചിലരെങ്കിലും ചിലപ്പോൾ ഫസ്റ്റ് റൗണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് പെട്ടെന്ന് ക്ലിക്ക് ആയില്ല, റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ വായിക്കാറുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ സംബന്ധിച്ച് ജനറൽ അവയർനെസ് 36 സെക്കൻഡ്സ് എന്ന് പറയുന്നത് ഒരു പക്ഷേ സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്ത 1-2 ചോദ്യങ്ങൾ വന്നാൽ നമ്മുടെ സമയം വെറുതെ പോകുന്ന തരത്തിലേക്കായിരിക്കും വരുന്നത്. അപ്പൊ അവിടെയും ഇത്തരത്തിലൊരു പ്ലാനിങ്ങിന്റെ ആവശ്യം ഉണ്ടെന്നാണ് പറയുന്നത്. GK ഒരുപാട് സമയം കിട്ടും, ഇഷ്ടംപോലെ സമയം ഉണ്ടെന്നൊരു കൺസെപ്റ്റ് ഇല്ല. ഇതിൽ ഒരു സെക്ഷനും ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ടെന്നുള്ള കൺസെപ്റ്റ് ഇല്ല. കാരണം ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഒരു വട്ടം വായിക്കുമ്പോൾ ഒന്നുകൂടെ വായിക്കണം തോന്നിയാൽ പോലും നമുക്കുള്ള സമയമില്ല. ഒറ്റ വട്ടം വായിക്കാനുള്ള സമയമുള്ളൂ. കാരണം 36 സെക്കൻഡ്, 36 സെക്കൻഡാണ് നമുക്ക് ആവറേജ് ഒരു ക്വസ്റ്റ്യനുള്ള സമയം. അതുകൊണ്ടാണ് പറഞ്ഞത് GK ഉൾപ്പെടെ പെട്ടെന്ന് വായിക്കുക, അറിയാമെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ അടുത്തതിലേക്ക് പോവുക. നമ്മൾ സ്കിപ്പ് ചെയ്യാൻ എടുക്കുന്ന സമയം സ്കിപ്പ് ചെയ്യാം, പലതരത്തിൽ സ്കിപ്പ് ചെയ്യാൻ പറ്റും ആളുകളെ സംബന്ധിച്ച്. ചിലപ്പോൾ കണ്ണ് അപ്പം തന്നെ സ്കിപ്പ് ചെയ്യാം, ചിലപ്പോൾ ചെയ്യണോ വേണ്ടോ എന്ന് ആലോചിച്ചിട്ട് സ്കിപ്പ് ചെയ്യാം. ഇങ്ങനെ ചെയ്യണോ വേണ്ടോ എന്ന് ആലോചിച്ചാൽ നിങ്ങളുടെ 5 മുതൽ 10 സെക്കൻഡ് പോയാൽ അത് നിങ്ങൾക്കുള്ള നഷ്ടം. അതുകൊണ്ട് എങ്ങനെ സ്കിപ്പ് ചെയ്യുന്നു എന്നുള്ളത് ഉൾപ്പെടെ ഇവിടെ സെക്ഷണൽ ടൈമർ വന്ന ഈ ഒരു കോൺടെക്സ്റ്റിൽ എക്സാമിന് നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ ആക്ടിവിറ്റിയെ ഡിപെൻഡ് ചെയ്യും. സോ നിങ്ങളോട് പറയാനുള്ളത് സ്കിപ്പ് ചെയ്യുന്ന ഡിസിഷൻ ഉൾപ്പെടെ വളരെ പെട്ടെന്ന് എടുക്കുന്ന തരത്തിലേക്ക് വേണം നിങ്ങളുടെ പ്രിപ്പറേഷൻ പോകാൻ. ഇവിടെ GKയുടെ കാര്യം പറഞ്ഞു, അതുപോലെ ഇംഗ്ലീഷിന്റെ കാര്യം പറഞ്ഞു. ഡെയിലി റൊട്ടീൻ ആയിട്ട് കഴിയുന്നതും ജനറൽ അവയർനെസ്, ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ടൈമർ വെച്ച് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം ഉറപ്പായിട്ടും. പക്ഷേ മാത്സും റീസണിങ്ങും ഡെയിലി പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ ചെയ്തിരിക്കണം. ഇനി ടയർ 2 അപ്രോച്ചും സിമിലർ ആണ്. ഇങ്ങനെ തന്നെ പറയാം. ടയർ 2നെ സംബന്ധിച്ച് രണ്ടാമത്തെ സ്റ്റേജ് വരുമ്പോഴത്തേന് മാത്സ് 30 ക്വസ്റ്റ്യൻസ് 30 മിനിറ്റ് ഉണ്ടാകും. ഇവിടെ സമയം കൂടുതലുണ്ടോ എന്ന് ചിന്തിക്കേണ്ട. ഉറപ്പായിട്ടും ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും വരുന്നത്, ടഫർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് ഇവിടെയും സമയം കിട്ടാൻ സാധ്യതയില്ല. ടയർ 1 ശേഷം ടയർ 2 കുറേ കൂടെ, അപ്പം നമ്മുടെ പ്രിപ്പറേഷൻ കുറച്ചുകൂടി ഒരു മാറ്റങ്ങൾ നമ്മൾ വരുത്തേണ്ടത് അത്യാവശ്യമായിരിക്കും. ടയർ 1 ഒരു ആവറേജ് മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് വരെയുള്ള പ്രാക്ടീസ് ചെയ്തിട്ട് ടയർ 2 എത്തുമ്പോഴത്തേന് കുറച്ചുകൂടെ ലെവലുള്ള ക്വസ്റ്റ്യൻസും കൂടെ പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവും. എന്നൊരു വ്യത്യാസം മാത്രമേ ഇതിനകത്ത് കാണാനുള്ളൂ. ഇനി ഇംഗ്ലീഷിനെ സംബന്ധിച്ച് നല്ല വൊക്കാബുലറി ഉണ്ടാക്കുക, നന്നായിട്ട് വായിക്കുക. ടയർ 2ന്റെ കാര്യമാണ് ഏറ്റവും വെയിറ്റേജ് ഉള്ള സബ്ജക്ട്. നിങ്ങൾക്ക് അറിയാം ഇംഗ്ലീഷ് ആണ്, 45 ക്വസ്റ്റ്യൻസ് ആണ്. സോ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നത് റീഡിംഗ് കോംപ്രിഹെൻഷൻ നന്നായിട്ട് വായിക്കുക, ഡെയിലി പേപ്പർ വായിക്കുക, എഡിറ്റോറിയൽസ് വായിക്കുന്ന ശീലമുള്ളവരൊക്കെ വായിച്ച് കണ്ടിന്യൂസ്ലി അത് ഇപ്പം മുതൽ തന്നെ നിങ്ങളുടെ ഒരു ശീലത്തിന്റെ ഭാഗമാക്കാൻ ശ്രമിക്കുക.
പിന്നെ ജനറൽ അവയർനെസ്, അതുപോലെ കമ്പ്യൂട്ടർ പലരും ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ്. കാരണം കമ്പ്യൂട്ടറിന്റെ മിനിമം കട്ട് ഓഫ് ക്ലിയർ ചെയ്യാതെ സെക്കൻഡ് സ്റ്റേജിൽ എക്സാമിന് ബുദ്ധിമുട്ടുണ്ടാക്കി ഒരുപാട് പേരുണ്ട്. സോ കമ്പ്യൂട്ടറിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പ്രിപ്പയർ ചെയ്യണം. ടയർ 2ന്റെ കാര്യങ്ങളാണ് ഞാൻ ഇവിടത്തേക്ക് പറയുന്നില്ല. അതേപോലെ ടയർ 1നും ടയർ 2നും രണ്ടിനും രണ്ട് തരത്തിലുള്ള അപ്രോച്ച് ആണ്. രണ്ടും പഠിക്കേണ്ട കാര്യങ്ങൾ ഒന്നാണെങ്കിൽ പോലും ടയർ 1 കഴിഞ്ഞിട്ട് ടയർ 2 ഒരു സെപ്പറേറ്റ് പ്രിപ്പറേഷൻ ആവശ്യമുണ്ട്. ഇപ്പൊ പലർക്കും നേരിടുന്ന പ്രശ്നം എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷത്തേക്ക് ടയർ 1 ക്ലിയർ ചെയ്ത ആൾക്കാർ ആ കോൺഫിഡൻസിൽ ഈ വർഷത്തെ ടയർ 1 ക്ലിയർ ചെയ്യാമെന്ന് ചിലപ്പോൾ കരുതണ്ട. അവർക്ക് ഒരുപക്ഷെ എലിമിനേറ്റ് ചെയ്യപ്പെട്ടേക്കാം. ആ ഒരു കാര്യം ശ്രദ്ധിച്ച് തന്നെ ടയർ 1നെ ഉൾപ്പെടെ വളരെ സീരിയസ് ആയിട്ട് കാണേണ്ട ആവശ്യം എല്ലാവരെയും സംബന്ധിച്ചുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നിങ്ങളോട് ഫൈനലി ഈ എക്സാംസിൽ വളരെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഇത്രയും നാൾ പലതരത്തിലുള്ള ആൾക്കാരുണ്ടാവും. നിങ്ങൾ ബിഗിനേഴ്സ് ആയിട്ട് ഈ വർഷം ആദ്യമായിട്ട് CGL എഴുതുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത ആൾക്കാരുണ്ടാവും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ഫൈനലി ഞാനൊന്ന് സമ്മപ്പ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. ഒന്ന്, എവരിഡേ എല്ലാ ദിവസവും മാത്സിന്റെ സെക്ഷനിൽ ചെയ്യുക. ഞാൻ പറഞ്ഞ രീതിയിൽ ഒരു സെപ്പറേറ്റ് ബുക്ക് കീപ്പ് ചെയ്ത് അതിൽ നിങ്ങളുടെ ടൈം അനാലിസിസ് ഉൾപ്പെടെ ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുക. മാത്സും റീസണിങ് നിങ്ങൾ എടുക്കുന്ന സമയം ഉൾപ്പെടെ അനാലിസിസ് ചെയ്യുക. അതുപോലെ ഇംഗ്ലീഷ് സെക്ഷനിൽ എല്ലാ ദിവസവും ചെയ്യണമെന്ന് പറയുന്നില്ല, ഇംഗ്ലീഷും അതുപോലെ GK, പക്ഷെ ഇംഗ്ലീഷും സെക്ഷനിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. അതിന്റെ കൂടെ റീഡിംഗ് കോംപ്രഹെൻഷൻ ഡെയിലി പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എല്ലാ ദിവസവും റീഡിംഗ് കോംപ്രഹെൻഷൻ വായിക്കാനായിട്ട് ശ്രമിക്കുക. ഇത് നിങ്ങൾ എക്സ്ട്രാ ചെയ്യേണ്ട കാര്യമാണ്. എല്ലാ ദിവസവും റീഡിങ്ങിന് സമയം മസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണം. ഈ 3 കാര്യങ്ങളാണ് സെപ്പറേറ്റ്ലി ഈ ഒരു സെക്ഷണൽ ടൈമിൽ വന്ന കോൺടാക്ട് നിങ്ങളോട് പറയുന്നത്. ഇനി എല്ലാ ആഴ്ചയും ചെയ്യേണ്ടത് എന്താണ്? 1 to 2 ടയർ 1 മോക്ക് വിത്ത് സെക്ഷണൽ ടൈമിംഗ് 1 മുതൽ 2 വരെ മോക്ക് ടെസ്റ്റ് ഇപ്പൊ ഇനിഷ്യൽ സ്റ്റേജിൽ ചെയ്യാം. പിന്നീട് ഇത് കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ ഒരു ടയർ 2 മോഡലിലുള്ള സെക്ഷണൽ ടൈമിംഗ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതും കൂടി ചെയ്യുക. ഒരുവിധം കുറച്ച് വർഷങ്ങളായിട്ട് പഠിക്കുന്ന അഡ്വാൻസ് ലെവലിലേക്ക് എത്തുന്ന സ്റ്റുഡൻസിനോടാണ് ടയർ 2 ഇപ്പോഴേ അറ്റംപ്റ്റ് ചെയ്ത് റെഡി ആവാൻ വേണ്ടി പറയുന്നത്. നിർബന്ധം പറയുന്നില്ല. ഇപ്പോ ഇനീഷ്യൽ സ്റ്റേജിൽ ഫസ്റ്റ് മന്തിൽ ഒരു 2 ടയർ 1 മോക്കെങ്കിലും എല്ലാ ആഴ്ചയും ചെയ്യാൻ ശ്രമിക്കുക. സെക്ഷണൽ ടൈമിംഗ് വെച്ചുകൊണ്ട് എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യം ഞാൻ ഇവിടെ പറഞ്ഞു. ഇനി നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട ഒരു മിസ്റ്റേക്ക്, പ്രാക്ടീസിങ് വിത്തൗട്ട് ടൈമർ ഇല്ലാതെ ആരും പ്രാക്ടീസ് ചെയ്യരുത്. ബേസിക്സ് അറിയുന്ന ആൾക്കാർ ഒരു കാരണവശാലും ടൈമർ ഇല്ലാതെ സെക്ഷനെ അപ്രോച്ച് ചെയ്യരുത്. 2, ചേസിങ് ഓൾ ദ 25 ക്വസ്റ്റ്യൻസ്. ഞാൻ നേരത്തെ പറഞ്ഞതാണ് 25 ചോദ്യങ്ങൾ ചെയ്യണം എന്നൊരു മൈൻഡ് സെറ്റിൽ അല്ല അപ്രോച്ച് ചെയ്യണം. അങ്ങനെ അപ്രോച്ച് ചെയ്താൽ ഒന്നും ചെയ്യാൻ പറ്റാതെ പോകും, ആക്യുറസി ഇല്ലാതാവും, ഇല്ലാത്തത് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടവരും നെഗറ്റീവ് മാർക്ക് വരും, ടെൻഷൻ ആവും. സോ അങ്ങനെ ഒരു അപ്രോച്ച് അല്ല വെക്കേണ്ടത്. നിങ്ങൾ ആദ്യം ഒരു 10 എത്താത്ത ആൾക്കാരാണെങ്കിൽ 15 ടാർഗറ്റ് വെക്കുക. ആ 15ൽ നിന്ന് പെയ്യെ ഓരോ ക്വസ്റ്റ്യൻസ് ഇംപ്രൂവ് ചെയ്ത് അടുത്ത നമ്പേഴ്സിലേക്ക് വരാൻ നോക്കുക. ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. പിന്നെ ഗെറ്റിംഗ് ഇമോഷണലി സ്റ്റക്ക് ഓൺ ചില ക്വസ്റ്റ്യൻസ്. നമുക്ക് അറിയുന്ന ചോദ്യമാണ്, എനിക്ക് ചെയ്യാൻ പറ്റില്ല, എനിക്ക് അറിയുന്ന ചോദ്യമാണ്, സ്റ്റക്കായ അപ്പൊ വിട്ടേക്കണം. ആ സെക്കൻഡിൽ വിട്ടേക്കണം. എത്ര സെക്കൻഡിൽ നമ്മൾ സ്കിപ്പ് ചെയ്യുന്നു എന്നതിന് ഉൾപ്പെടെ ഇവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. എത്ര സെക്കൻഡിലാണ് നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്നത് അതിന് വാല്യൂ ഉണ്ട്. സോ പെട്ടെന്ന് സ്കിപ്പ് ചെയ്യാൻ പഠിക്കുക. നമ്മൾ പറയാറില്ലേ ആർട്ട് ഓഫ് സ്കിപ്പിംഗ് എന്ന് പറയാറുണ്ട്. അത് ശരിയാണ്, അത് ആർട്ട് തന്നെയാണ്. സ്കിപ്പ് ചെയ്യുന്നത് തന്നെ പലതരത്തിൽ ചെയ്യാം. അതായത് ഒറ്റ സെക്കൻഡിൽ സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ 10 സെക്കൻഡ് എടുത്ത് ആലോചിച്ചിട്ട് ചെയ്യണോ വേണ്ടയോ, ചെയ്താൽ കിട്ടും, ഇനി തിരിച്ചു വരാൻ പറ്റുമോ, ഇന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ടായ 10-15 സെക്കൻഡ് എടുത്തിട്ട് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പൊ ഇതിനകത്ത് എത്രയും പെട്ടെന്ന് നോ ആണെങ്കിൽ അപ്പൊ തന്നെ ഡിസിഷൻ എടുത്ത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് സ്കിപ്പ് ചെയ്ത് പോകാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഈ ഒരു കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി എന്താണ്, ഇനി എക്സാം ഡേ മന്ത്ര നിങ്ങൾക്ക് വേണ്ടി പറയുന്നത്, ഇനി അവസാന പരീക്ഷ പോകുമ്പോൾ ഇത്ര ക്വസ്റ്റ്യൻസ് ഞാൻ അറ്റംപ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു നോഷൻ നമ്മുടെ തലയിൽ വെച്ചുകൊണ്ട് പരീക്ഷയ്ക്ക് പോകരുത്. കാരണം ഡിപ്പെൻസ് ഓൺ ദ എക്സാം അനുസരിച്ചിട്ട് നിങ്ങളുടെ അറ്റംപ്റ്റുകൾ 10 അല്ലെങ്കിൽ 15 20 നമ്പേഴ്സിലേക്ക് ഓരോ സെക്ഷനും ചിലപ്പോൾ ചുരുങ്ങും. ഇങ്ങനെ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് ഒരു പ്രീ നോഷൻ വെച്ചിട്ട് നിങ്ങൾ ഇതിനെ അറ്റംപ്റ്റ് ചെയ്താൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഫസ്റ്റ് മാത്സ് അറ്റംപ്റ്റ് ചെയ്തു, ഫസ്റ്റ് മാത്സ് അറ്റംപ്റ്റ് ചെയ്തപ്പോൾ മാത്സിൽ നിങ്ങൾക്ക് വെറും 10 ചോദ്യങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ 10 ചോദ്യം, എനിക്ക് 20 ഞാൻ ടാർഗറ്റ് ചെയ്തത് എന്ന് കരുതി നിങ്ങൾ അടുത്ത സെക്ഷനിൽ വരുമ്പോൾ അറിയില്ലെങ്കിൽ പോലും 10 അവിടെ എത്തിയുള്ളൂ, എനിക്ക് കുറച്ചുകൂടെ മാർക്ക് വേണമെന്ന് പറഞ്ഞ് നിങ്ങൾ വീണ്ടും അവിടെ കുത്താൻ സാധ്യതയുണ്ട്, നെഗറ്റീവ്സ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഡിസിഷൻസ് ഒന്നും എടുക്കരുത്. നിങ്ങൾക്ക് എത്രയാണോ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് അത്ര തന്നെ ചെയ്യുക. അതിനപ്പുറത്തേക്ക് ചിന്തിക്കണം. ആ എക്സാമിന്റെ ആ ഷിഫ്റ്റ് ടഫ് ആയതുകൊണ്ടാണ്, അല്ലാതെ ഒരു തരത്തിലുള്ള മാജിക്കും നടക്കില്ല.
നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത്രയും നമ്പേഴ്സ് ആണ് ആ സെക്ഷനിൽ മാക്സിമം ചെയ്യാൻ പറ്റുന്നത്. അടുത്ത സെക്ഷനിൽ മാക്സിമം ചെയ്യാൻ ട്രൈ ചെയ്യുക എന്ന് വെച്ച് ആ കറക്കി കുത്താനോ ആ ടെൻഷനിൽ ഇവിടെ അറ്റൻഡ് ചെയ്യാനോ ചെയ്യരുത്. ഇത് ശ്രദ്ധിച്ചാൽ മാത്രമേ ബാലൻസ്ഡ് ആയിട്ട് എല്ലാ സെക്ഷനിലും പ്രോപ്പർലി അറ്റൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് എക്സാം പ്രോപ്പർലി ക്രാക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുള്ളൂ. സോ മെന്റലി സ്ട്രോങ് ആവുകയും പ്രോപ്പർലി പ്ലാൻ ചെയ്യുകയും ചെയ്താൽ നിങ്ങൾക്ക് 2026 CGL എക്സാം പ്രോപ്പർലി ക്രാക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇത് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രോപ്പർലി മനസ്സിലായെന്ന് കരുതുന്നു. ഇത് CGL എക്സാമിന് കുറച്ച് നാളുകളായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന റിപ്പീറ്റേഴ്സ് ആയിക്കോട്ടെ, ബിഗിനേഴ്സ് ആയിക്കോട്ടെ, ഇന്റർമീഡിയറ്റ്സ് ആയിക്കോട്ടെ, ആർക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ യൂസ്ഫുൾ ആവും. സോ നിങ്ങൾ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന SSC CGL എക്സാം പോലെ എക്സാമിന് ദിശ അക്കാഡമിയോടൊപ്പം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ദിശ അക്കാഡമി എല്ലാ ബ്രാഞ്ചസിലും പുതിയ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ദിശ അക്കാഡമിയുടെ കോൺടാക്ട് നമ്പർ അവൈലബിൾ ആണ്. ആ കോൺടാക്ട് നമ്പറിൽ വിളിച്ച് പുതിയ ബാച്ചുകളിൽ ജോയിൻ ചെയ്ത് പഠിക്കാം. പുതുതായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇപ്പൊ ഇങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങളുടെ മുമ്പിലുണ്ട്. പ്രോപ്പറായിട്ട് പഠിക്കുക, ഏറ്റവും നന്നായിട്ട് SSC CGL 2026 എക്സാം അറ്റൻഡ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഈ CGLന്റെ ടൈമറുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കൺഫ്യൂഷൻസോ മറ്റെന്തെങ്കിലും സജഷൻസോ SSC CGL എക്സാംസ് അപ്ലൈ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടോ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് അതിനുള്ള ഉത്തരങ്ങൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പലർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.